ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവർ വേസ് വളരെ എളുപ്പത്തിൽ എങ്ങനെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്കൊരു ബലൂണാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒരു ബലൂൺ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ കുറച്ച് കാറ്റൊക്കെ നിറച്ച് ഇതേപോലെ ഒരു കെട്ടൊക്കെ ഇട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ബലൂൺ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നിലത്തൊന്ന് ഇതേപോലെ നിർത്തണം. അതിനുവേണ്ടി നമുക്ക് ഇതിൽ ചെറിയൊരു പണി കൂടിയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഒരു ഡെപ്പിൻ്റെ ഇതേപോലത്തെ ഒരു അടപ്പാണ് എടുത്താക്കുന്നത്. അപ്പോൾ ഈ ഒരു അടപ്പ് നമുക്ക് ആ ബലൂണിൻ്റെ അടിഭാഗത്തടുന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ കറക്റ്റ് ആ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് ഇതേപോലെ വെച്ചിട്ട് നമുക്കൊരു ഇൻസുലേഷൻ ടേപ്പ് വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇൻസുലേഷൻ വെച്ച് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഒന്ന് ഒട്ടിച്ച ഇൻസുലേഷൻ രണ്ടാമത് വലിച്ച് പറത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബലൂൺ പൊട്ടിപ്പോകും. അപ്പോൾ അതൊക്കെ നോക്കി ഒട്ടിക്കാം. അപ്പോൾ നമ്മൾ നൈസായിട്ട് ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ ബലൂൺ കറക്റ്റായിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് തൽക്കാലം നമ്മൾ എടുത്ത് വെച്ച ആ ബക്കറ്റിലേക്ക് തന്നെ നമുക്ക് ഇത് വെച്ചേക്കാം. ഓക്കെ, ഇതേപോലെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ കുറച്ചുകൂടി എളുപ്പത്തിനാണ് നമ്മൾ ആ ബക്കറ്റിൽ തന്നെ സെറ്റ് ചെയ്തത്. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു പാത്രവും കുറച്ച് ഫെവിക്കോളും കൂടിയാണ്. പേപ്പർ ഒട്ടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിവിടെ പശ എടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി എടുത്ത പേപ്പർ കഷ്ണങ്ങൾ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ പേപ്പർ കഷ്ണങ്ങളൊക്കെ ബലൂണിലേക്ക് മൊത്തത്തിലൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഓരോന്നായിട്ട് ഇതുപോലെ പശ വെച്ച് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത് എല്ലാ ഭാഗവും തന്നെ കവറാവുന്ന രീതിയിൽ കറക്റ്റായിട്ട് നോക്കി തന്നെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മളിവിടെ മൊത്തത്തിൽ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വേണ്ടി ഒരു ദിവസം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമുക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ബലൂണിൻ്റെ കെട്ട് കാണുന്ന ഏരിയയിൽ ഇതുപോലെ ഒരു 1/2 മീറ്റർ നീളത്തിലുള്ള ഒരു PVC പൈപ്പ് ഇതുപോലെ നേരെ നിൽക്കുന്ന രീതിയിലൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇവിടെ നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് തന്നെയാണ് ഒട്ടിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗത്തും കൂടി ആ പേപ്പർ ഒന്ന് ഒട്ടിച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അതായത് ഇതേപോലെ ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ സെറ്റായി കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ കുറച്ച് വൈറ്റ് സിമെൻ്റാണ്. അതിപ്പോൾ ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു കുഴമ്പ് പരുവത്തിലൊന്ന് ലൂസാക്കി എടുക്കുക. അതിലേക്ക് നമുക്ക് ഇതുപോലെ കുറച്ച് ചെറിയ ചെറിയ തുണിക്കഷ്ണങ്ങളാണ് വേണ്ടത്. അതായത് ഇതേപോലത്തെ തുണിക്കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് സിമെൻ്റാണ്, കൈ കൊള്ളാതിരിക്കാൻ വേണ്ടി ഇതുപോലെ 2 ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ തുണിക്കഷ്ണങ്ങൾ ഇതേപോലെ വൈറ്റ് സിമെൻറ്റിലൊന്ന് നന്നായിട്ട് മുക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ആ ബലൂണിലേക്ക് ഇത് ഒട്ടിച്ചെടുക്കാം. ഇതേപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കുക. ഓക്കെ, ഇതപ്പോൾ നമ്മളിത് മൊത്തത്തിൽ ഇതേപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവർ വേസ് നല്ല സ്ട്രോങ് ആയിരിക്കാൻ വേണ്ടിയാണ് നമ്മളതിൻ്റെ ബേസ് ഇതുപോലെ 2-3 ലെയറായിട്ട് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ അടിപൊളിയായി ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്ത് നിൽക്കുന്ന ചെറിയ കുഴികൾ പോലത്തെയുള്ള ആ ഏരിയയും കൂടി ഒന്ന് ഫില്ല് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ വൈറ്റ് സിമെൻറ്റ് കുറച്ചുകൂടെ കട്ടിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് തൂത്ത് ആ കുഴികളൊക്കെ ഒന്ന് ഒരു ഉരുണ്ട ഷേപ്പിലേക്ക് ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഫുൾ ഏരിയ ഒന്ന് ഇതേപോലെ തേച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ വൈറ്റ് സിമെൻറ്റ് 2 ലെയറായിട്ട് തൂക്കുന്നുണ്ട്. ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ രണ്ടാമത്തെ ഇതേപോലെ തൂത്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ഫ്ലവർ വേസിൻ്റെ അറ്റത്ത് കുറച്ച് ഷേപ്പായി കാണാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊരു ഷേപ്പിൽ വൈറ്റ് സിമെൻറ്റ് കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അത് മൊത്തത്തിലൊന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് മൊത്തത്തിലൊന്ന് ഉറച്ച് ഒരു ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഇതേപോലെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കളറ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി നമുക്കൊരു ബേസ് കോട്ടായിട്ട് ഒരു വൈറ്റ് അക്രിലിക് പെയിൻറ്റ് നമ്മൾ ഇതേപോലെ ഒന്ന് മൊത്തത്തിൽ അടിച്ചെടുക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ബേസ് കോട്ട് ഉണങ്ങി അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ഈ ഒരു രീതിയിൽ തന്നെ വെക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പെയിൻറ്റിങ്ങോ കളറിങ്ങോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു പെയിൻറ്റിങ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു റെഡ് കോട്ടാണ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ പിക്ചേഴ്സൊക്കെ വേണമെങ്കിൽ വരച്ച് സെറ്റാക്കാം. അപ്പോൾ ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഒരു കളറ് ചെയ്യാൻ പോകും. അപ്പോൾ നമുക്കതിനകത്ത് ചെറിയൊരു പുള്ളികൾ പോലെ ഒരു ഡിസൈൻ കൂടെ ആക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ ഒരു സ്പോഞ്ചിൽ കുറച്ച് ബ്ലാക്ക് പെയിൻറ്റ് ഇതേപോലെ ഒരു ഡിസൈനാക്കി കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ഡിസൈന് വേണ്ടിയാണ് ഈ ഒരു മോഡൽ ഡിസൈൻ ചെയ്താക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു കുട്ടി വാർണിഷിൻ്റെ ടിന്നാണ്. അപ്പോൾ ഇത് ക്ലിയർ വാർണിഷിൻ്റെ ഒരു ചെറിയ ടിന്നാണ് ഞാൻ എടുത്താക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ കുറച്ച് വാർണിഷ് നമുക്ക് മൊത്തത്തിൽ നമ്മുടെ ഫ്ലവർ വേസിൽ നിന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഈ വാർണിഷൊക്കെ ഒന്ന് ഉണങ്ങി സെറ്റാകുമ്പോഴേക്കും നമ്മുടെ ഫ്ലവർ വൈസ് അടിപൊളിയായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ വാർണിഷൊക്കെ ഉണങ്ങി ഫ്ലവർ വൈസൊക്കെ നല്ല അടിപൊളിയായി തിളങ്ങി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ തന്നെ അറിയാം നല്ല ലുക്കിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വാർണിഷ് ഒന്ന് അടിച്ച് കഴിയുമ്പോഴേക്കായിരിക്കും ഇതിൻ്റെ ലുക്കിലേക്കൊന്ന് വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവർ വൈസ്. അപ്പോൾ നിങ്ങളൊരു ചെറിയൊരു ഫ്ലവർ വൈസാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു 10-25 രൂപയ്ക്ക് നമുക്ക് ഒരു അടിപൊളി ഫ്ലവർ വൈസ് സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോയുമായി നെക്സ്റ്റ് ടൈം കാണാം. ബൈ.